കൂട്ടുകാരെ, കർക്കിടക കഞ്ഞിയിൽ ഗോതമ്പ് കൊണ്ടുള്ള ഒരു കഞ്ഞിയാണ് പരിചയപ്പെടുന്നത്. അതിനായിട്ട് 1/2 ഗ്ലാസ് ഗോതമ്പ് തരിയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് വെള്ളത്തിലിടാൻ പോകുന്നത്. ഒരു ടീസ്പൂൺ അളവിൽ എള്ളാണ് അടുത്തതായി വെള്ളത്തിലിടാൻ പോകുന്നത്. ഇനി ഇത് 1.5 മണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാം. ചെറിയുള്ളി എത്ര കൂട്ടുന്നുവോ അത്രയും നല്ലതാണ്. കൂടാതെ കുറച്ചളവിൽ നെയ്യും. ഇനി ഇതെങ്ങനെയാണ് പാചകം ചെയ്യുന്നത് എന്ന് നോക്കാം. ഉലുവ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത് കഞ്ഞി വയ്ക്കുന്നത് കൊളസ്ട്രോള്, അമിത രക്തസമ്മർദ്ദത്തെ ചെറുക്കും. എള്ള് രക്തക്കുറവുള്ള ആളുകളിൽ HBയുടെ അളവ് കൂട്ടാൻ വളരെ വിശേഷപ്പെട്ടതാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചെറിയുള്ളിയാണെങ്കിൽ ശരീരത്തിന് നല്ല തണുപ്പും ഉണർവും നൽകും. അപ്പോൾ ഈ 4 കൂട്ടം സാധനങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു കർക്കിടക ഔഷധ കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1.5 മണിക്കൂറിന് ശേഷം ഞാൻ ഗോതമ്പ് ഇങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല പോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഉലുവയും കുതിർന്നു വന്നിട്ടുണ്ട്. എള്ളും കുതിർന്നു വന്നിട്ടുണ്ട്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യിപ്പോൾ ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നെയ്യിൽ മൂപ്പിച്ച് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. വേഗം മൂക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഞ്ഞി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ എള്ളും ഉലുവയും ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് വരെ ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇതാ ഉലുവ മുഴുവൻ വെന്ത് പൊന്തി വന്നിട്ടുണ്ട്. ഈ ഉലുവ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരും. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ച ഗോതമ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഗോതമ്പ് ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് കുറുകിപ്പോകും, അടിയിൽ പിടിച്ചു പോകും. ഗോതമ്പ് വേഗം വേവും. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗോതമ്പ് നല്ലപോലെ വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കർക്കിടക മാസം കഴിക്കേണ്ട കഞ്ഞികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഞ്ഞിയാണ് ഇത്. ക്ഷീണം വളരെ പെട്ടെന്ന് കുറഞ്ഞു കിട്ടും. പനിയൊക്കെ പിടിച്ച ആളുകൾ പനി മാറിയ ശേഷം ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ചിരവിയത് കൂടി ഇട്ട് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല. നല്ല ഒരു രുചിയായിരിക്കും ഇങ്ങനെ ചിരവിയ നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. നല്ല ഒരു രുചിയായി വന്നിട്ടുണ്ട് കഞ്ഞി. ഇതിന് നമുക്ക് ഒരു ഉപ്പേരിയോ ഒന്നും ആവശ്യമില്ല. ഇത് തനിയെ കുടിക്കാം. ഈ നെയ്യിൽ വറുത്ത ഉള്ളിയുടെയും ഉലുവയുടെയും ഒക്കെ ഒരു മണം, നല്ല ഒരു മണമാണ്. ആഹാ, നല്ലൊരു പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കി കൊടുക്കാം. കർക്കിടക മാസത്തിൽ 9 ദിവസം ഇത്തരം കഞ്ഞികളാണ് കഴിക്കാറ്. 10ാമത്തെ ദിവസം ഔഷധക്കൂട്ട്, കുറേ ഔഷധ ചേരുവകൾ ചേർന്ന കഞ്ഞിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് കഞ്ഞി ഇങ്ങനെ കുടിക്കാം,
ഇനി കുറച്ചും കൂടി വെള്ളം വേണമെന്നുള്ളവർ വെള്ളം ചേർത്തും കുടിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.